ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അപ്പോൾ ഇന്ന് പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമിക രണ്ടാമതും ഇന്റർവ്യൂ ചാനലിന് കൊടുക്കുകയാണ്. ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് അനന്തമൂർത്തിയെക്കുറിച്ചല്ല, തൻ്റെ ഭർത്താവ് തന്നെ ആ ഒരു കുടുംബത്തിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും തൻ്റെ ഭർത്താവിന് ആദർശിനെ പോലെ തന്നെ ഒരു സ്വഭാവം ഉണ്ടെന്നും വേറെ അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും, അതായത് മനസ്സിലായല്ലോ, ആ ഒരു ബന്ധം ഉണ്ടെന്നും ആ ബന്ധത്തിൽ വേറെ ആരുമല്ല ആ ബന്ധത്തിലുള്ള ആ ഒരു പെണ്ണ് നമ്മുടെ നന്ദുവാണെന്നും ഒക്കെയാണ് അനാമിക പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്റർവ്യൂവിൽ മുഴുവൻ അനിയെക്കുറിച്ചും നയനയെക്കുറിച്ചും നവ്യയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് മൊത്തം പറയുന്നുണ്ട്. കാരണം ഇവര് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നതേ അനന്തപുരി തറവാട്ടിലെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാണ്. അവരുടെ അമ്മ വഴി ഈ തറവാട്ടിൽ കയറി എത്തിയത് സ്വത്തും പണവും മാത്രം ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് അനിയേയും കൂടി നന്ദു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം അവരുടെ വീട്ടിലും ചെല്ലും, അതായത് നയനയുടെയും നവ്യയുടെയും വീട്ടിലും ചെല്ലും. അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് നന്ദുവിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് അവര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ചങ്ക് തകരുന്ന രീതിയിലാട്ടോ അനാമിക ഓരോന്ന് പറയുന്നത്. കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വിഷമായി പോവും. കാരണം സ്വന്തം ഭർത്താവ് അന്യൊരു പെണ്ണിന്റെ കൂടെ നടക്കുക, ഇരിക്കുക, ഒരു ബന്ധം പുലർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റൊരാളുടെ കണ്ണില് നമ്മുടെ അനാമിക എന്തുമാത്രം സഹിച്ചു കാണും ആ വീട്ടിൽ നിന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാവരും സഹതാപത്തോടു കൂടി കാണുമല്ലോ നമ്മുടെ അനാമികയെ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അനന്തപുരിയിൽ വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടാകുന്നുണ്ട്. അനന്തപുരിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് ഒരു ചെറിയൊരു വിലയും നിലയും ഒക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൊടുത്തതായിരുന്നു. അപ്പം അതിനാണ് വ്യത്യാസം നമ്മുടെ അനാമിക വരുത്തിയിരിക്കുന്നത്. ഇനി യാതൊരു എന്താ പറയാ ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നില്ല. അനന്തമൂർത്തി തന്നെ കുറച്ച് തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതുവഴി മാത്രമേ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അല്ലാതെ ഇനി അനാമികയായിട്ട് യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് അനന്തമൂർത്തിയുടെ പുതിയ തീരുമാനം. ജാനകി ആണെങ്കിലോ, അവൾ പറഞ്ഞത് എന്താണ് കുഴപ്പം, അവൾ പറഞ്ഞതിന് എന്താണ് തെറ്റിരിക്കുന്നത്, അവൾ പറഞ്ഞതിന് തെറ്റൊന്നുമില്ല, അവൾ അനുഭവിച്ചതല്ലേ അവൾ പറഞ്ഞത്, നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ജാനകി മരുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട്, ജാനകി നീ നിന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്, നിനക്ക് എന്താ അവിടെയാണോ കൂറ്, നിനക്ക് ചോറും കൂറൊക്കെ അവിടെയാണോ, ചോറ് ഇവിടെയും കൂറ് അവിടെയാണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ മരുമകളാണ്, എന്റെ മകന്റെ ജീവിതവും ഭാവിയല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ജലജയാണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്റെ പൊന്നു ജാനകി, ഇനി ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി, ഇനി ആ പെണ്ണിനൊരു ഭാവി ഉണ്ടാകുമോ? ഈ അനാമിക ഇതൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ഇന്ന് നന്ദുവിനൊരു ഭാവി കാണത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നന്ദു ഇനി ഇങ്ങോട്ടേക്ക് ഈ പേരും പറഞ്ഞ് കയറി വരുമോ, അത് ഉറപ്പ് കേസാണ്. അനിയുടെ ഭാര്യയായിട്ട് തന്നെ നന്ദു കയറി വരാൻ പോകുന്നതെന്ന്. ഇതൂടെ കേട്ടപ്പോൾ ജാനകി ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല, അങ്ങനെ എൻ്റെ മരുമകളായിട്ട് അവള് കയറി വരണ്ട, ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര തുള്ളലും വിറയലും. എന്ത് ചെയ്യാനാണ്, നമ്മുടെ നയനയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയില്. നയനയുടെ അനീതി കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചതെന്ന് നാട്ടുകാർ ചിന്തിക്കുമല്ലോ. അപ്പൊ അതിന് ആ ഒരു ടെൻഷനിലാണ് നമ്മുടെ നയനയുള്ളത്. ഇതേ സമയം നമ്മുടെ നന്ദുവിനെ വളയ്ക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന ഇൻസ്പെക്ടറോ പുതിയ ആ ഒരു പോലീസുകാരൻ നമ്മുടെ നന്ദുവിനെ വളയ്ക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി പാതിരാത്രി കുത്തിയിരുന്ന് നന്ദുവിനെ വിളിക്കുകയാണത്രേ. നന്ദുവിനെ വിളിക്കുന്നത് വേറൊന്നിനുമല്ല, കിന്നാരം പറയാനായിട്ട്. നന്ദുവിനാണെങ്കിൽ ഇയാളുടെ കോള് കണ്ടിട്ട് ഒലിപ്പിരി കേസാന്ന് അറിയാലോ. നന്ദുട്ട് ഫോൺ എടുക്കുന്നുമില്ല. നന്ദു വന്നിട്ട് ഫോൺ എടുത്തിട്ട് എന്താ ഇപ്പൊ സാർ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇപ്പൊ എനിക്ക് തന്നെ വിളിക്കാൻ തോന്നി, താൻ ഉറങ്ങിയില്ലല്ലേ, ഞാനും ഈ സമയത്ത് കിടന്ന് ഉറങ്ങത്തില്ല, പക്ഷെ താൻ ഉറങ്ങാതിരിക്കരുത് കേട്ടോ, 8 മണിക്കൂറെങ്കിലും ഒരാൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകും. 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്ന് പറയുമ്പോൾ, അല്ല സാർ 8 മണിക്കൂർ ഉറങ്ങുന്നില്ലല്ലോ, സാർ ഇപ്പൊ ഉറങ്ങിയിട്ടില്ലല്ലോ. എന്റെ കാര്യമല്ല, ഞാൻ നന്ദുവിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു ഐശ്വര്യമൊക്കെ വേണമെങ്കിൽ ഉറക്കം വേണമെന്നേ. പിന്നെ നന്ദൊരു വാരിക്കൊരു ദൈവം ഐശ്വര്യം തന്നിട്ടുണ്ടല്ലോ. എങ്കിലും ഇതുപോലെ ഒരു പോലീസുകാരിയെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നേ. പിന്നെ എനിക്കൊരു ചെറിയ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ സിനിമാ നടന്റെ ലുക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ വരാറുണ്ട് സിനിമയിലേക്ക്. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ചെറിയൊരു കാക്കിക്കുള്ളിലെ കലാകാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നാളെ എനിക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഈ ഷൂട്ടിങ്ങിനെ കുറിച്ച് തനിക്ക് എന്താ അഭിപ്രായം? അത് പിന്നെ സാർ ഞാൻ എന്ത് പറയാനാ, എനിക്ക് എന്താ അഭിപ്രായം? അല്ല ഞാനേ അഭിനയ കുലപതിയാണേ,
ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു വെബ് സീരീസ് അത് താനൊന്ന് കണ്ടേക്കണം. തനിക്ക് ഇഷ്ടപ്പെടും, തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആ എങ്കിൽ പിന്നെ ശരി സാർ, ഞാൻ ഫോൺ വെക്കട്ടെ, എനിക്ക് ഉറങ്ങാൻ സമയമായി. താൻ ഉറങ്ങാൻ പോവാണോ? ആ അതെ സാർ, ഞാൻ ഉറങ്ങാൻ പോവാ. ആ എങ്കിൽ പിന്നെ വെച്ചേരെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. നന്ദൂരാനൊക്കെ അലിപ്പ് വന്നിട്ട് വിളിക്കേണ്ട ആളെ നോക്കിയിരുന്നിട്ട് വിളിക്കുന്നുമില്ല. ഇപ്പൊ വിളിച്ചതോ അങ്ങനെക്ക് ഇത് എന്തിന്റെ ഏനക്കേടാന്ന് പറഞ്ഞ് നന്ദു. അപ്പൊ നന്ദുവിനെ ചെറിയ രീതിയിൽ ചാക്കിട്ട് വളച്ച് കയ്യിലാക്കാനാണ് പുള്ളിക്കാരൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ഈ പുള്ളിക്കാരൻ നമ്മുടെ നന്ദുവിനെ വളയ്ക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നന്ദുവിനെ കുറിച്ച് അവിടെയുള്ള കോൺസ്റ്റബിൾമാരോടൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റബിൾസിന് തന്നെ അവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇയാളുടെ സ്വഭാവം അത്രയ്ക്ക് പിടിക്കുന്നില്ല. ആർക്കും അത്രയ്ക്ക് പിടിക്കത്തില്ലെന്നേ, അതുപോലൊരു സ്വഭാവമാണ് ഈ പുള്ളിക്കാരനും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും അത്രയ്ക്ക് പിടിക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ സമയത്ത് നമ്മുടെ നന്ദു എന്ത് ചെയ്യുന്നു? നന്ദു അനിയുടെ കോളും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരു മെസ്സേജ് വന്നു നന്ദുവിന്. ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നന്ദു ഓർക്കാണ് ഇനിയിപ്പോ ഫോണ് വേറെ ആരുടെങ്കിലും കയ്യിലാണെങ്കിൽ എന്ത് ചെയ്യും, വേണ്ട റിപ്ലൈ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുകയാണ്. കാരണം ഫോണ് വേറെ ആരുടെങ്കിലും കയ്യിലാണെങ്കിൽ നമ്മുടെ നന്ദു റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനാമികയാണെങ്കിൽ കാമുകന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് മുമ്പാണ് അനാമിക കാമുകന്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കൊള്ളാമോ, ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുവാണല്ലോ, ഏതായാലും എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ നീ നീ തങ്കക്കൂടത്തിന് എന്തിനാ പൊട്ട്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നിന്നെ കാണാൻ നല്ല രസമാണ് അനാമിക, അതുകൊണ്ടല്ലേ നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് പോലും ഞാൻ നിന്റെ പുറകെ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട, കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ താലി എന്റെ കഴുത്തിൽ കയറിയെന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാകാൻ പോകുന്നുമില്ല. അതെനിക്കറിയാലോ അനാമിക. അല്ല, നിന്റെ ആ നഷ്ടപരിഹാരത്തിന്റെ കാര്യം എന്തായി? അതിന്റെ കാര്യം വല്ലതും? ഉടനെ തന്നെ നഷ്ടപരിഹാര തുക ചോദിക്കണം. ഏതായാലും ഈ ഒരു ഇന്റർവ്യൂവും കൂടെ കഴിയുമ്പോഴത്തേക്കും അനന്തപുരി തറവാടൊന്ന് ഇളകി മറിയും. അപ്പൊ നഷ്ടപരിഹാരം ചോദിക്കാം. 10 കോടി രൂപയാ ഞാൻ ചോദിക്കാനിരിക്കുന്നത്. ഈ 10 കോടി രൂപയില് കുറച്ച് പൈസ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെളിയിലേക്ക് പോകണല്ലോ, വിസയെല്ലാം ശരിയാക്കണം. അതൊക്കെ ഞാൻ ഏറ്റെന്നേ, നമുക്ക് പുറത്തു പോകണം, അടിച്ചു പൊളിക്കണം. എൻ്റെ ലൈഫ് ഇതുപോലെയൊന്നുമല്ല, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അടിച്ചു പൊളി ലൈഫായിരിക്കണം എൻ്റെ ലൈഫ്. ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നമുക്ക് ജീവിക്കണം, നമുക്ക് സ്നേഹിച്ച് ഒരുപാട് നാൾ ജീവിക്കണം. അവൻ ആരെങ്കിലും കെട്ടിക്കോട്ടെ, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആ നന്ദു എന്ന് പറയുന്ന മറ്റവൾ ആ വീട്ടിൽ വന്നാലും ഞാൻ കാര്യമാക്കാൻ പോകുന്നില്ല. 10 കോടി രൂപ എനിക്ക് കിട്ടിയാൽ മാത്രം മതി, അത് മാത്രമായി ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ 10 കോടി രൂപ കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഇന്റർവ്യൂ അല്ലേ, ഇതിൽ ഞാൻ അനീനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ആ വീട്ടിൽ ഞാൻ കുറെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയണം. അപ്പോഴേ എല്ലാവർക്കും എന്നെ മനസ്സിലാകത്തുള്ളൂ, ഒരു സഹതാപം എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പൊട്ടിക്കരയും. അപ്പോഴും ഞാൻ മനസ്സിൽ ചിരിക്കുകയായിരിക്കും. അന്ധകാരം പിടിച്ച വീട്ടിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞ റിലാക്സ് കിട്ടുക ചെയ്തത് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കാണിക്കില്ല. ഞാൻ അവിടെ ഒരുപാട് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും എന്നെ അവര് തന്നെയായിട്ടാണ് പറഞ്ഞയക്കാൻ ശ്രമിച്ചതെന്നും ഒക്കെ വരുത്തി തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി നേരെ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ചെന്നിട്ട് നമ്മുടെ അനിയെക്കുറിച്ച് പണ്ടാരമടങ്ങാനായിട്ടുള്ള കുറേ കുറ്റങ്ങളൊക്കെ നേരത്തെ വെച്ച് അടുക്കി പെറുക്കി കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നത് കേട്ടോ. ഏതായാലും ഈ ഇന്റർവ്യൂ നമ്മുടെ കനകയും ഗോവിന്ദനും കണ്ടു കേട്ടോ. കനകയും ഗോവിന്ദനും ഈ ഇന്റർവ്യൂ കണ്ടത് ഞെട്ടിപ്പോവാണ്. കാരണം തന്റെ മകളുടെ ഭാവിക്ക് തന്നെയാണല്ലോ ദോഷം, വേറെ ഒന്നുമല്ല. നമ്മുടെ നന്ദുവിനെ കുറിച്ചാണ് ഫുൾ അതിൽ പറയുന്നത്, നന്ദുവിനെ കുറിച്ചും അനിയെക്കുറിച്ചും. അപ്പം തന്റെ മകൾക്ക് ഇനി ഒരു വിവാഹാലോചന വരണമെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇത് മൊത്തം ഫ്ലാഷായി സോഷ്യൽ മീഡിയ ആണ്, അറിയാലോ, ആളുകൾ അത് ഏറ്റെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ, ഇനിയിപ്പോ എന്താ കനകയെ ചെയ്യുക? എനിക്കാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. നമ്മുടെ മകളുടെ ഭാവി പോലും നോക്കാതെ ആണല്ലോ ഇപ്പം ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പം നമ്മുടെ കനകയും പറഞ്ഞു, എന്ത് ചെയ്യാനോ എനിക്കറിയില്ല. ലാസ്റ്റ് നമ്മുടെ മകൾ അനന്തപുരി തറവാട്ടിലേക്ക് കയറി പോകേണ്ട അവസ്ഥ വരുവോ? ഇനി എൻ്റെ മോൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകുവോ? അനന്തപുരി തറവാട്ടിലേക്ക് ഒരിക്കലും ഞാൻ എൻ്റെ മോളെ പറഞ്ഞയക്കില്ല. അങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 മക്കൾ അനുഭവിക്കുന്നത് തന്നെ ഇപ്പൊ അനന്തപുരി തറവാട്ടില് എൻ്റെ ഈ മകളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അനാമിക എന്ന കൊടുവിഷത്തെ എന്തിനാ അവർ ആ വീട്ടിൽ കയറ്റിയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്.
ആ, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. സ്വത്ത് കണ്ടിട്ട് മോഹിച്ച് വന്നതല്ലേ. എന്നിട്ടിപ്പൊ അവൾ എന്താ പറയുന്നത് ടിവിയില്? നമ്മളാണ് സ്വത്ത് കണ്ട് മോഹിച്ച് അനിയുടെ പുറകെ നന്ദുവിനെ പറഞ്ഞു വിടുന്നതെന്ന്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഗോവിന്ദേട്ട. ഗോവിന്ദേട്ട ഇപ്പം ചിന്തിച്ച് പ്രഷറൊന്നും കൂട്ടി BP ഒന്നും കൂട്ടി അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. എന്താണെന്ന് വെച്ചാൽ തീരുമാനം അവരെടുത്തോളും. അനന്തപുരി തറവാട്ടുകാര് നമുക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നന്ദു ഒരു പോലീസുകാരിയാ, അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അനന്തപുരി തറവാട്ടില് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് ജലജ ചെന്നിട്ട് പറയുകയാണ്, കണ്ടില്ലേ നിന്റെ അനിയത്തെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയത്. ഇനി ഒരിക്കലും നിന്റെ അനിയത്തിക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞപ്പം എന്റെ അനിയത്തെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരിക്കലും എന്റെ അനിയത്തി അനിയുടെ പുറകെ നടന്നിട്ടില്ല. അപ്പം ജാനകി വന്നിട്ട് ആരാടി പറഞ്ഞത് നിന്റെ അനിയത്തി അനിയുടെ പുറകെ നടന്നിട്ടില്ലെന്ന്? അവക്ക് ഇവിടെ കയറണമെന്ന് ആശയുണ്ട്, പൂതിയുണ്ട്. നിങ്ങൾക്കൊക്കെ അവളെ ഈ വീട്ടിലേക്ക് കയറ്റണമെന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇളയമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? എന്റെ അനിയത്തിക്ക് ഈ വീട്ടിലേക്ക് കയറാനോ ഈ കുടുംബത്തിൽ താമസിക്കാനോ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അനാമികയെ കിട്ടുന്ന ആ ഒരു സമയത്ത് എന്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വന്നേനെ. പക്ഷെ എന്റെ അനിയത്തി ഇങ്ങോട്ടേക്ക് വരാത്തത് വേറൊന്നും കൊണ്ടുമല്ല. ഞാനും എൻ്റെ അനിയത്തിയും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് എത്താൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാത്തത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വത്തോ പണമോ മോഹിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അനിയത്തിനെ ഈ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കില്ല. രണ്ടുപേരും വന്നു, ഇനി വന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി ഒരാളെയും കൂടെ ഈ അനന്തപുരി തറവാട്ടിലേക്ക് ഞാൻ അടുപ്പിക്കില്ല. പിന്നെ അനാമികയെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ് ഞാൻ. ഇനി എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. അവൾ പറയുന്നതെല്ലാം പച്ച കള്ളങ്ങളാണ്. അവള് ഒരു പെണ്ണാണോ? ഒരു പെണ്ണാണെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? ഒരു കാര്യം ഇളയമ്മ ഓർത്തോണം, ഇളയമ്മയുടെ മകന്റെ ഭാവിയും കൂടിയാണ് നശിക്കുന്നത്. എന്റെ മകന്റെ ഭാവി ഇനി എന്ത് നശിക്കാനാ? നിന്റെയൊക്കെ അനിയത്തിയൊക്കെ ചേർന്ന് എന്റെ മകന്റെ ഭാവി കളഞ്ഞില്ലേ, ഇനി നശിക്കാൻ ഒന്നും ഇല്ലടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി. അപ്പൊ നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഏതായാലും ഇനിയിപ്പം നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അവക്കിനി എന്ത് ഭാവി ഉണ്ടാകാനാ? ഇനി ഒരാളും അവളെ കെട്ടാനായിട്ട് വരില്ല എന്നിങ്ങനെ ജലജ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നവ്യ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് പറക്കി നിൽക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നവ്യയുടെ വീട്ടുകാരെ പറഞ്ഞ ദേഷ്യം വരില്ല. എന്തൊക്കെ പറഞ്ഞാലും നവ്യയുടെ വീട്ടുകാരെ പറഞ്ഞ ദേഷ്യം വരില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ നവ്യ നിൽക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ ആദർശിന്റെയും നയനയുടെയും സംഭാഷണം കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇനി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അനാമികയെ എന്തെങ്കിലും ചെയ്ത് ഒതുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നയനയും പറയുന്നത്. അപ്പം ആദർശനും അത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ മൂർത്തി മുത്തച്ഛൻ എന്തോ ഒരു പുതിയ വലിയ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ തീരുമാനം എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞു ബോറാക്കുന്നില്ല, ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കഥ ഇടണോ വേണ്ടോ എന്നൊക്കെ ഓർത്തായിരുന്നു, തിരക്കായിരുന്നു കുറച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ ഈ കഥ എന്താ ചെയ്യാത്തതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ കേസും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഡെയിലി കഥ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഡെയിലിയോ ഇടാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കഥ ഇടാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഇല്ലാത്ത സാഹചര്യം വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇടാതെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ല. നിങ്ങൾ എന്താ പറയുക, അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് പോയേക്കരുത്. നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്നാലും മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കാം, മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഏതായാലും പറഞ്ഞു ബോറാക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷമായിട്ട് ഉച്ചയ്ക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.